ത്യാഗമാണ് ഇതിൻ്റെ എല്ലാം ബേസ് എന്ന് പറയുന്നത്. ഈ പ്രപഞ്ചത്തിലെ സകല ജീവജാലങ്ങൾക്കും അതിനേറ്റവും പ്രധാനപ്പെട്ടത് അതിൻ്റെ പ്രാണനാണ്. മോക്ഷത്തിന് ജീവിതത്തിലെ സുഖസൗകര്യങ്ങളോ ദാമ്പത്യ ജീവിതമോ ഒരു പ്രശ്നവുമില്ല. ഈ ജീവിതത്തിലെ സുഖസൗകര്യം ഉപേക്ഷിക്കണമെന്ന് ഒരു സ്ഥലത്തും ആരും പറഞ്ഞിട്ടില്ല. പക്ഷെ നിസ്വാർത്ഥമായിട്ടുള്ള സുഖസൗകര്യങ്ങളായിരിക്കണം. നമ്മൾ സാധാരണഗതിയിൽ ജീവിതത്തിൽ സുഖസൗകര്യങ്ങൾ എന്ന് പറയുന്നത് മദ്യവും മത്സ്യമാംസവും അല്ലെങ്കിൽ ലഹരി പദാർത്ഥങ്ങളും ഉപയോഗിച്ചിട്ടുള്ള കുത്തഴിഞ്ഞ ജീവിതത്തെയാണ് സുഖസൗകര്യം എന്നാണ് നമ്മൾ വിചാരിക്കണേ എന്നുണ്ടെങ്കിൽ തെറ്റാണ്. സുഖസൗകര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ പ്രപഞ്ചത്തിൽ നിന്ന് എന്തെല്ലാം ലഭിക്കുന്നുണ്ടോ അതിനെല്ലാം നമുക്ക് നിസ്വാർത്ഥമായിട്ട് സ്വീകരിക്കാം, അതിനെല്ലാം നമുക്ക് ആസ്വദിക്കാം. മറ്റൊരു ജീവിയെ ഉപദ്രവിക്കാതെ ഏറ്റവും സന്തോഷമായ രീതിയിൽ ജീവിച്ചുകൊണ്ട് തന്നെ നമുക്ക് മോക്ഷത്തിലേക്ക് എത്തിച്ചേരാം. പക്ഷെ ത്യാഗമാണ് ഇതിൻ്റെ എല്ലാം ബേസ് എന്ന് പറയുന്നത്. ത്യാഗത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം എന്ന് പറയുന്നത് നമ്മൾ ഒരു ജീവിയെ പോലും ഉപദ്രവിക്കാതിരിക്കുക. നമ്മളൊന്ന് ചിന്തിച്ചു നോക്കുക, നമ്മൾ കഴിക്കുന്ന ഏതൊരു ജീവിയുമാകട്ടെ, മത്സ്യമാംസം അല്ലെങ്കിൽ ഈ പറയുന്ന ഏതെങ്കിലും ജീവിയെ കൊല്ലുന്ന സമയത്താവട്ടെ, ആ ജീവിക്ക് ഈ ഭൂമിയിൽ ജീവിക്കുക എന്നുള്ളതാണ് അതിൻ്റെ ആഗ്രഹം. അതിൻ്റെ ആഗ്രഹത്തെ നമ്മൾ നിഗ്രഹിച്ചുകൊണ്ട് നമ്മളുടെ സ്വാർത്ഥ താല്പര്യത്തിന് വേണ്ടി ആ ജീവിയെ കൊല്ലുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളതിൻ്റെ കർമ്മഫലവും നമ്മൾ സ്വാർത്ഥനുമാവുകയാണ്. നിസ്വാർത്ഥ ജീവിതമല്ല, ഇതൊരു സുഖസൗകര്യത്തിൻ്റെ ജീവിതമല്ല. നമുക്ക് വേണ്ടത് കോംപ്ലിക്കേറ്റഡ് മെമ്മറി തരാത്ത സൊഫസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള ഏറ്റവും നല്ല ജീവിതമാണ് നമുക്ക് വേണ്ടത്. ഒരു ജീവിയെ കൊല്ലാതെ നമുക്ക് ജീവിക്കാൻ ഈ പ്രപഞ്ചത്തിൽ പറ്റും. ഒരു ഉറുമ്പിന് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രാണനാണ്. ഈ പ്രപഞ്ചത്തിലെ സകല ജീവജാലങ്ങൾക്കും അതിനേറ്റവും പ്രധാനപ്പെട്ടത് അതിൻ്റെ പ്രാണനാണ്. സ്വന്തം പ്രാണനേക്കാൾ വലുതായിട്ട് ഈ പ്രപഞ്ചത്തിൽ ഒന്നുമില്ല. ഒരു ജീവിയെപ്പോലും ഉപദ്രവിക്കാതെ, ഒരു ജീവിയെപ്പോലും കൊല്ലാതെ നമുക്ക് ഏത് സുഖസൗകര്യം വേണോ ആസ്വദിക്കാം. അങ്ങനെ ഒരു ജീവിതത്തിലൂടെ ത്യാഗമനസ്ഥിതിയിലൂടെ നമുക്ക് ജീവിച്ചു പോകുമ്പോൾ നമുക്ക് മോക്ഷത്തിൽ എത്തിച്ചേരാൻ പറ്റും. മോക്ഷത്തിന് ജീവിതത്തിലെ സുഖസൗകര്യങ്ങളോ ദാമ്പത്യ ജീവിതമോ ഒരു പ്രശ്നവുമില്ല. പക്ഷേ ത്യാഗം എന്ന് പറയുന്നത് എന്താണെന്ന് തിരിച്ചറിയണമെന്നുണ്ടെങ്കിൽ ഒരു ഗുരുതത്വത്തിലൂടെ നമ്മൾ സഞ്ചരിക്കണം. അതിനു വേണ്ടിയിട്ട് ഏതെങ്കിലും അറിയാവുന്ന ഗുരുക്കന്മാരെയോ അല്ലെങ്കിൽ ഏതെങ്കിലും മെഡിറ്റേഷൻ ടെക്നോളജി വഴിയോ നമ്മൾ ആ തലത്തിലേക്ക് ഉയർത്തപ്പെട്ടാൽ നമുക്ക് മനസ്സിലാവും ഏതാണ് ത്യാഗം, ഏതാണ് സുഖസൗകര്യം. നമ്മുടെ ദുർവികാരങ്ങളെ അല്ലെങ്കിൽ നമുക്ക് ആവശ്യമില്ലാത്ത ദുഷ്ചിന്തകളെ നടപ്പിലാക്കാൻ വേണ്ടി നമ്മൾ സ്വീകരിക്കുന്ന ഏത് മാർഗവും ഇതാണ് സുഖസൗകര്യം എന്ന് ഓർത്തു കഴിഞ്ഞാൽ നമ്മളിലെ കോംപ്ലിക്കേറ്റഡ് മെമ്മറിയെ കൂട്ടിക്കൊണ്ടുവരികയേ ഉള്ളൂ. അതിലൂടെ നമുക്ക് കർമ്മഫലങ്ങൾ അനുഭവിക്കേണ്ടതായിട്ട് വരും, മോക്ഷപ്രാപ്തി ഇല്ലാതെയായിട്ടും വരും. ഏത് വേണം എന്നുള്ളത് ഓരോ വ്യക്തിയുടെ തീരുമാനമാണ്.